വിനുവിന്റെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളത് വേണ്ട. വിനു എന്നുള്ള പേര് ഏറ്റവും ഹിറ്റാക്കിയതിനും ഏറ്റവും കടപ്പെട്ടിരിക്കേണ്ട ഒരാള് ഞാനാണ്. ഒരു പേയ്മെന്റ് വാങ്ങിക്കാതെയാണ് ഞാൻ അത് ചെയ്തത്. അതിനുള്ള നന്ദി നീ എനിക്ക് കാണിക്കണം. പിന്നെ വിനു ഒരു നല്ലൊരു തങ്കപ്പെട്ട മനുഷ്യനാണ് എനിക്ക് മനസ്സിലായത്. അതായത് വിരലിൽ ഇങ്ങനെ ഇട്ടാൽ പോലും കടിക്കാത്ത ഒരു പഞ്ചഭാവം അല്ലേ വിനു? ഇനി രണ്ടു വാക്ക് സംസാരിച്ചോളൂ. അപ്പൂസിന് നന്ദി പറയുന്നു. ഇത്രയും ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ട് ഈ അവാർഡ് കൊടുക്കാൻ എനിക്ക് തോന്നിയ മനസ്സ് എന്റെയും വക വളരെ നന്ദി. നല്ല ക്രിയേറ്റീവ് ആയിരിക്കുന്നു. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. അടുത്ത ഒരു അവാർഡ് നൽകാൻ വേണ്ടിട്ട് ഞാൻ കൂടെ ഒരാളെയും കൂടി വിളിക്കുകയാണ്. നെവിൻ. ഈ ഒരു അവാർഡ് കൊടുക്കാൻ നമുക്ക് ഒരാളെയും കൂടി വിളിക്കാം. Of course, നമുക്ക് ഒരാളെയും കൂടി വിളിക്കാം. ഡോക്ടർ ബിന്നി. ഡോക്ടർ ബിന്നി. So next category of award is for the director of popular music album. ഒരുമിച്ച് പറയില്ല, ഒരാളെയും കൂടി വിളിക്കണം. നമ്മുടെ ടൈറ്റിൽ സ്പോൺസർ അസാസിന്റെ MD ആയിട്ടുള്ള ആസിഫിക്കേനെ കൂടി ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഞാൻ വിചാരിച്ചു ഏതോ 19 വയസ്സുള്ള ആളായിരിക്കും ആസിഫിക്കാന്നൊക്കെ വിളിച്ചപ്പോ വെരി യങ്, ഭയങ്കര ഹാൻസം. ഓക്കെ, നമുക്ക് ഈ അവാർഡ് കൊടുക്കാൻ വേണ്ടി നമ്മുടെ ബിഗ് ബോസ് താരം എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒനീലേട്ടനെ ഞാൻ വിളിക്കുകയാണ്. ഒനീൽ സാബു. മിസ്റ്റർ ഒനീൽ സാബു. Let's welcome ഒനീൽ സാബു onto the stage. ഒരു ചെറിയ പ്രശ്നമുണ്ട്. ക്ഷമിക്കണം, ഒനിൽ സാബു ഒരു പ്രത്യേകതരം സാഹചര്യം കൊണ്ട് പോയ കാര്യം ഇവർ അറിഞ്ഞിട്ടില്ല, പക്ഷെ ഞാനാണ് അറിഞ്ഞത്. അപ്പൊ നമുക്ക് കുഴപ്പമില്ല, ഇവിടെ മെയിൻ ആയിട്ടുള്ള 4 പേരുണ്ട്. അപ്പൊ നമുക്ക് അനൗൺസ് ചെയ്യാം അല്ലേ? So director of popular music album. പ്രിയതമ വിനു വിജയ്. കുറച്ചേരം ഞാൻ ആഗ്രഹിക്കട്ടെ പ്ലീസ്. പ്ലീസ്. അപ്പോ വിനു വിജയനെ പറ്റി പറയാന്നുണ്ടെങ്കിൽ എനിക്ക് പ്രത്യേകിച്ചൊന്നും അറിയില്ല, ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. ഇനിയിപ്പോ സോഷ്യൽ മീഡിയയിൽ ചിലപ്പോൾ പല ക്യാപ്ഷനോടെ വന്നേക്കാം, പക്ഷെ ബട്ട് ഇറ്റ്സ് ഓക്കെ. എനിക്ക് തോന്നുന്നു ഞങ്ങളെക്കാട്ടിയും കൂടുതൽ വിനു വിജയാണ് ഇപ്പം സോഷ്യൽ മീഡിയ കത്തി നിൽക്കുന്നത്. സത്യം, വിനുവിന്റെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളത് വേണ്ട. ഓക്കെ, അപ്പോ വിനു അതിനൊരു കാരണം കൂടി ഉണ്ട്. ഈ ഒരു പലരും PR ചെയ്യാറുണ്ട്, പക്ഷെ വിനു എന്നുള്ള പേര് ഏറ്റവും ഹിറ്റാക്കിയതിനും ഏറ്റവും കടപ്പെട്ടിരിക്കേണ്ട ഒരാള് ഞാനാണ്. കാരണം വിനുവിനെ ഏറ്റവും കൂടുതൽ ഹിറ്റാക്കിയിരിക്കുന്ന ബിഗ് ബോസ് ഹിറ്റാക്കിയ വ്യക്തി ഞാനാണ്. ഒരു പേയ്മെന്റ്, ഒരു പ്രൊമോഷനോ ഒന്നും കൂടാതെ ഒരു പേയ്മെന്റ് വാങ്ങിക്കാതെയാണ് ഞാൻ അത് ചെയ്തത്. അതിനുള്ള നന്ദി നീ എനിക്ക് കാണിക്കണം. അത്രേ ഉള്ളൂ, ഒരു റിക്വസ്റ്റ് ആണ്. ഓക്കെ, പിന്നെ വിനുവിനെ പറ്റിയിട്ട് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞല്ലേ. ഇനി വിനുവിനെ പറ്റിയിട്ട് ആദ്യം വിനു എന്നൊക്കെ ഒരു ഗുമ്മില്ല. ഞാൻ വിചാരിച്ച വല്ല എന്താ പറയാ വല്ല തണ്ട വൈബൊക്കെ ഉള്ള ആരെങ്കിലൊക്കെ ആയിരിക്കും വിചാരിച്ചാണ്ട് വിട്ടു. പിന്നെ നോക്കി കഴിഞ്ഞപ്പോ സോഷ്യൽ മീഡിയയിൽ ഒരാൾ ഇങ്ങനെ ക്യൂട്ട്നെസ് ഒക്കെ വാരി വെതറി ഇങ്ങനെ നിൽക്കുന്നു. സോ എനിക്ക് തോന്നുന്നു ഇപ്പം എല്ലാവർക്കും ഇപ്പം കേരളത്തിലുള്ള എല്ലാ പെൺപിള്ളേരുടെ ഒരു പ്രത്യേകത, ഒരു ഹരമാണ്. ഇപ്പൊ PR എന്ന് പറയുമ്പോഴത്തേക്കും വിനുവിന്റെ ഇതാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എത്ര ഗേൾ ഫ്രണ്ട്സ് ഉണ്ട് ഇപ്പോ? ആരുമില്ല. ഇറ്റ്സ് ഓക്കെ. എനിക്ക് കുറെ മെസ്സേജസ് ഒക്കെ വരാറുണ്ട് കേട്ടോ. ആൾക്കാരായിരിക്കും എനിക്ക് തോന്നുന്നു. ഓക്കെ, ഇല്ല ഞങ്ങള് പിന്നെ വിനു ഒരു നല്ലൊരു തങ്കപ്പെട്ട മനുഷ്യനാണെന്നാണ് എനിക്ക് മനസ്സിലായത്. കുറച്ചു നേരം ഞങ്ങൾ സംസാരിച്ചുള്ളൂ. പാവം, അതായത് വിരലിൽ ഇങ്ങനെ ഇട്ടാൽ പോലും കടിക്കാത്ത ഒരു പഞ്ചഭാവം അല്ലേ വിനു? ഇനി രണ്ടു വാക്ക് സംസാരിച്ചോളൂ. അല്ല, അതാണ് പേടി. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. അപ്പൂസിന് നന്ദി പറയുന്നു. ഇത്രയും ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ട് ഈ അവാർഡ് കൊടുക്കാൻ എനിക്ക് തോന്നിയ മനസ്സ് എന്റെയും വക വളരെ നന്ദിയുണ്ട്. നല്ല ക്രിയേറ്റീവ് ആയിരിക്കുന്നു. അവൻ ഒരു പാതിരാത്രി എന്നെ വിളിച്ചു, ചേട്ടൻ എയറിലെ ഒരു അവാർഡ് തരട്ടെ എന്ന് ചോദിച്ചു. ഞാൻ ഓക്കെ പറഞ്ഞു, പക്ഷെ ഇത്രയും വലിയ അവാർഡാണെന്ന് വിചാരിച്ചില്ല. വിനു എയറിൽ കയറ്റിയ ആളെ കൊണ്ട് തന്നെ വിനുവിന് അവാർഡ് കൊടുപ്പിക്കുക എന്ന് പറയുന്നത് ചരിത്ര. ആക്ച്വലി കുറെ പേര് പറയുന്നത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കുറച്ച് അടി ഇടിയൊക്കെയാണ് നടക്കുന്നത്. ശരിക്കും അങ്ങനെ ഉണ്ടോ? നിങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണോ? അങ്ങനെയല്ല, ഞാൻ എയറിലായിരുന്നു. വിനു എന്നെ എയറിൽ വിട്ടിരിക്കുവായിരുന്നു. ഇപ്പൊ ഞാൻ താഴോട്ട് വന്നത് ഈ മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ അവാർഡ് വിനുവിന് കൊടുക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് താഴെ ഇറങ്ങിയതാ. നാളെ വീണ്ടും ഏറി കയറുന്നു. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടർ ബിന്നിക്ക് ഏറി കയറുന്നതിൽ ഇത്ര സങ്കടം ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ ലവ് സൈബർ ബുള്ളി. ഇങ്ങനെ ആരെങ്കിലൊക്കെ എന്നൊന്ന് ബുള്ളി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുകയാണ്. ഇപ്പം വിനുവിനെ പോലുള്ള ഒരു ആൾക്കാരുള്ളത് കൊണ്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പോസ്റ്റിന്റെ കമന്റിലൊക്കെ ഒരു തെറിവിളി ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അത് ഉറപ്പിച്ചു 3 മില്യൺ അല്ലെങ്കിൽ 5 മില്യൺ
അല്ലേ? അപ്പൊ ഞാൻ അങ്ങനെ പോസിറ്റീവായിട്ട് എടുക്കുന്ന ആളാണ്. ഞാൻ പഠിപ്പിച്ചു തരാം ഡോക്ടർ ബെന്നി എങ്ങനെ ജീവിക്കണം എന്നുള്ള. തൊലിക്കെട്ടി ഇല്ല. എനിക്ക് നല്ല തൊലിക്കെട്ടി ഉണ്ട്. അല്ല അതിനൊരു ഗട്സ് വേണം കേട്ടോ, ഈ സൈബർ ബുള്ളിങ് അതിനൊരു അല്ല എന്നെ പുള്ളി ഇപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട് പുള്ളി ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ആരും എന്താ മൈൻഡ് കൂടി ചെയ്യുന്നില്ല എനിക്ക്. എനിക്ക് കിട്ടുന്ന കുറച്ച് ഞാൻ തരേനി. തീർച്ചയായിട്ടും തന്നോളൂ. ഇതിനെ കുറച്ച് പറഞ്ഞാൽ എനിക്ക് കിട്ടുന്നുണ്ട്. കുഴിമന്തി ഒന്നും അല്ല ഇത്. അനുഭവിച്ചിറങ്ങില്ല ഞാൻ അനുഭവിക്കാറുണ്ട് കേട്ടോ. എനിക്ക് പണ്ട് മുതലേ എനിക്ക് കിട്ടിയിട്ടുള്ള ഇത് എനിക്ക് കിട്ടിയ അവാർഡാണ്. എനിക്ക് കിട്ടിയ അവാർഡാണ്. രണ്ടു വാക്ക് സംസാരിക്കും. കൊടുക്കാം നമുക്ക്. അല്ലെങ്കിൽ ഇവന് കൊടുക്കണമെന്ന് ഞാൻ വിചാരിച്ചു വെച്ചതാ. ഇങ്ങനൊരു തരലാന്ന് ആരും മൈൽ സ്റ്റോൺ മേക്കേഴ്സ്. അല്ലെ ഇത് കത്തും. സോ എല്ലാവരും കൂടി ഒരുമിച്ച് ശരത് സഭ, അസാസ് LED ലൈറ്റ്സിന്റെ മാനേജിംഗ് ഡയറക്ടർ ആസിഫിക്ക, ഡിന്നി ആൻഡ് നെവിൻ 4 പേര് കൂടി ഒരുമിച്ച് നിങ്ങളുടെ അവാർഡ് ഷോക്കിൽ മികച്ച തമ്മനയിൽ കിട്ടാനില്ല. നീ കഴിഞ്ഞിട്ടില്ല. പ്രഷ്യസ് ഗിഫ്റ്റ് ഇത് ആർക്കും കണ്ടിട്ടില്ല. 20% ഓഫ് ഉള്ള ഒരു കുറച്ച് കൂപ്പൺസ് ആണ് തന്നേക്കുന്നത്. സൈസോ അല്ലെ 4 കൂപ്പൺ കിട്ടിയിട്ടുണ്ടെങ്കിൽ 100% നമുക്ക് റെഡീം ചെയ്യാൻ പറ്റുമോ? നല്ലൊരു ഗിഫ്റ്റ് ആണ് ഇത്. കിട്ടുന്നതൊക്കെ പ്രഷ്യസ് ഗിഫ്റ്റ് ആണ്. മൈൽ സ്റ്റോൺ വക. സോ എവരിവൺ ഓക്കേ. അപ്പോ യെസ് ഗിഫ്റ്റ് നോക്കണ്ട, ഓൾറെഡി പൊട്ടിച്ചു. ഗിഫ്റ്റ് അതെ. അതെ യാ. താങ്ക് യു സോ മച്ച് എവരിവൺ. ഒരുപാട് സന്തോഷം. സന്തോഷായില്ലേ? സന്തോഷായില്ലേ? നല്ല സന്തോഷമായി ഈ നിറഞ്ഞ സദസ്സിന്റെ മുമ്പിൽ അവാർഡ് വാങ്ങാൻ സാധിച്ചതിൽ. താങ്ക് യു സോ മച്ച്. ഉരുക്കോള് തീർപ്പിക്കുന്നില്ല, എല്ലാവർക്കും കുറെ അവാർഡ് കിട്ടാനുണ്ടെന്ന് അറിയാം. സോ ഞാൻ ഇറങ്ങുന്നു. താങ്ക് യു. ഓക്കെ താങ്ക് യു സോ മച്ച്. Thank you so much, Vinu. നന്നായി വരട്ടെ കേട്ടോ. എല്ലാവരും നന്നായി വരട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ ഞാൻ മച്ച്. പോണല്ലേ? സോറി. എന്നെ ഇറക്കി വിട്ടാലും ഞാൻ പോകൂലെന്നൊക്കെ. നന്ദി. This is why 2 കൂപ്പൺ ബാക്കിയുണ്ടെങ്കിൽ ഒന്ന് കൊടുത്തേക്ക്. ഇതുകൊണ്ട് തന്നെയാണ് നെവിന് നമ്മൾ എന്റർടൈനർ ഓഫ് ദി ഇയർ എന്ന് പറയുന്നത്. സി നെവിൻ വന്ന് ഇവിടെ നിന്നു, ആങ്കേഴ്സിന്റെ മൈക്കൊക്കെ കയ്യിൽ നിന്ന് പോയി, നമ്മുടെ കയ്യിൽ നിന്ന് പോയി. എനിക്കറിയത്തില്ല, എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടണമെന്നില്ല. കാരണം ചിലർക്ക് ഇത് ഭയങ്കര ബോറായിട്ട് തോന്നിയേക്കാം, ചിലർക്ക് ഇത് അരോചകമായി തോന്നിയേക്കാം. പക്ഷേ കുഴപ്പമില്ല, അത് നിങ്ങളുടെ പെർസ്പെക്റ്റീവ് ആണ് അല്ലേ? പക്ഷെ എനിക്ക് ബോറടിയൊന്നുമില്ല സംസാരിക്കുന്നത്. We love you, നെവിൻ. Oh, thank നമുക്ക് you so ഭയങ്കര ഇഷ്ടമാണ് നെവിനെ, നെവിന്റെ സംസാരം, നെവിൻ സംസാരിക്കുന്ന രീതി. ആൻഡ് യു ആർ അൾട്ടിമേറ്റ്ലി എ പവർഫുൾ, എ സൂപ്പർ എന്റർടൈനർ. ഓക്കെ, താങ്ക് യു. അപ്പം ഇനി നമുക്ക് ബിഗ് സ്ക്രീനിൽ കാണാം. എന്നെ ഡയറക്ടേഴ്സ് ഒന്നും മൂവിയിൽ വിളിച്ചിട്ടില്ല, ഇതുവരെ എനിക്ക് ഡേറ്റ് തന്നിട്ടില്ല. അത് എന്തുകൊണ്ടാന്ന് എനിക്ക് അറിയാൻ പാടില്ല. വലിയ നഷ്ടമാവാൻ സാധ്യതയുണ്ട്. അപ്പോ ഞാൻ ഫ്രീ ആണ്. ഓക്കെ, ഈ ഷോ കഴിയുമ്പോ കിട്ടും. താങ്ക് യു സോ മച്ച്. താങ്ക് യു. Thank you, Naveen. Thank you so much.